നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്തി ലേഖനം 14 അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധ്യായമാണ്. എല്ലാം അധ്യായങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇന്നത്തെ നമ്മുടെ പശ്ചാത്തലത്തിൽ, നമ്മൾ ജീവിക്കുന്ന ആത്മീക പശ്ചാത്തലത്തിൽ ഈ ഒരു 14 അധ്യായം വളരെ പ്രധാനപ്പെട്ടാണ്. അത് അന്യഭാഷയെക്കുറിച്ചും അന്യഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് 13 അധ്യായമാണല്ലോ. കൊരിന്ത് ലേഖനം 13 അധ്യായത്തിൽ നിലനിൽക്കുന്ന എന്താണ്? അത് സ്നേഹമാണ്. നമ്മൾ കണ്ടു, സ്നേഹം മാത്രമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നും നിലനിൽക്കുന്നുവെങ്കിലും അതിൽ ഒരിക്കലും മാറ്റം വരാത്തതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം സ്നേഹമായിരിക്കും. അതിപ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ അത് വർദ്ധിക്കുകയുള്ളൂ. വി ആർ പീപ്പിൾ ഹു ആർ ലിവിങ് വിത്ത് എറ്റേണിറ്റി ആസ് അവർ മെയിൻ ഫോക്കസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ആത്മീയ ഗുണങ്ങൾ പ്രാപിക്കുന്നു അതെല്ലാം നിത്യതയിൽ അത് വർദ്ധിതമായ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആ വചനത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവാൻ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവാസം എടുത്താലും, എത്ര സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും, ദ റിയൽ റിലീജിയൻ ഈസ് ദാറ്റ് യു ലവ് യുവർ നെയ്ബർ, യു ലവ് യുവർ ഫ്രണ്ട്, യു ലവ് യുവർ ബ്രദർ, സിസ്റ്റർ. അതാണ് ശരിക്കുമുള്ള റിലീജിയൻ. അത് യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് സഹോദരങ്ങളോടുള്ള നമ്മുടെ മനോഭാവവും അതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ പ്യൂരിറ്റിയാണ്. ലോകത്തിൽ ഇടകലരാതെ നമ്മൾ സൂക്ഷിക്കുന്നതുമാണ് യഥാർത്ഥ ഭക്തി എന്ന് നമുക്ക് അവിടെയും വായിക്കാം. ഇവിടെയും പറയുന്നത് നിങ്ങൾ സ്നേഹം ആചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. നത്തിങ് ഈസ് മോർ വാല്യുബിൾ ദാൻ ലവ്. ലവ് ഈസ് ദ അൾട്ടിമേറ്റ്. ഇപ്പം നമുക്ക് പലപ്പോഴും ആൾക്കാരുടെ വിരോധ അഭിപ്രായം ഉണ്ടാകാം. ചിലപ്പോൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ സ്നേഹം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ലവ് എന്ന് പറയുന്നത് എപ്പോഴും അത് ദൈവത്തിൻ്റെ ഒരു ഇമോഷനാണ്. സ്നേഹം എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ആ ഇമോഷൻ നമുക്ക് നൽകുന്നത് ആത്മാവാണ്. ആ ഇമോഷൻ ഒരിക്കലും ഇല്ലാതായി പോകുന്നൊരു സാധനമല്ല. ഇറ്റ്സ് എൻ എവർ ലാസ്റ്റിംഗ് ഇമോഷൻ. അത് രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ഒരു പ്രത്യേക സമ്പത്താണ്. അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നതിനെല്ലാം സ്നേഹം എന്ത് എന്നറിഞ്ഞിരിക്കുന്നു. ലവ് എന്ന് പറയുന്നതിൻ്റെ ഉത്ഭവം, അതിൻ്റെ എല്ലാ കോൺട്രൂഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ എല്ലാ എന്താ പറയുന്നത്, അതിൻ്റെ ഘടനയും നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ഇമോഷൻ അറ്റ് ഓൾ. മനുഷ്യൻ്റെ വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമല്ല സ്നേഹം. ചില ആൾക്കാർ നാച്ചുറലി സ്നേഹമുള്ളവരാണ്. ദാറ്റ് സ്നേഹം ഈസ് നോട്ട് ദി സ്നേഹം. ഇത് പ്രകൃതിക്ക് അതീതമായ നമ്മുടെ പ്രകൃതത്തിനതീതമായ സ്നേഹമാണ്. അടുത്ത വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് എത്ര സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രയോഗം. ഇത് സാധാരണ ഒത്തിരി ആൾക്കാർ, ബ്രദറുകാർ പ്രത്യേകിച്ച് വിശ്വസിക്കുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് മറ്റു ഭാഷകളാണ്, അതായത് നോൺ ടങ്സ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ പേർഷ്യൻ ഭാഷയിൽ, അല്ലെങ്കിൽ പുരാതനമായ ഏതെങ്കിലും ഭാഷയിൽ, അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ, സ്പാനിഷിലും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നതാണ്. അതായത് മിറാക്കുലസ് ആയിട്ട് നമുക്കറിയാൻ വയ്യാത്തൊരു ഭാഷ സംസാരിക്കുന്നതാണ് ടങ്സ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. ശരിയാണ്, അങ്ങനത്തെ ടങ്സും ഉണ്ട്. അതിന് നമ്മൾ ദ ഗിഫ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ടങ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തോട് മാത്രം സംസാരിക്കുന്ന അന്യഭാഷയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ അന്യഭാഷ എന്തിനാണ്? ഇത് നിന്നു പോകുന്നൊരു കാര്യമാണ് നമ്മൾ ഇത്തിരി പറയുകയും ചെയ്തു. അപ്പം പിന്നെ എന്തിനാണ് ദൈവത്തോട് സംസാരിക്കാൻ ഒരു അന്യഭാഷ എന്ന് ഒരുപക്ഷെ ഞാനും ആലോചിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ അന്യഭാഷ? നമുക്ക് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാം അറിയാവുന്ന ദൈവത്തിനോട് പറയാൻ എന്തിനാണ് നമുക്കൊരു അന്യഭാഷ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് തിരിച്ചറിയുന്നില്ല, പറയുന്നവനും അറിയുന്നില്ല ഇതെന്താ പറയുന്നു. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പം ഈ ആത്മാവിൻ്റെ പല മർമ്മങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. കേൾക്കുന്ന ആൾക്കാർ ഇത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതായ ഒത്തിരി പരിജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കർത്താവുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തക്ക സമയത്ത്, പിന്നീടൊരു സമയത്ത് നമ്മളൊരു പരീക്ഷണത്തിലകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരു സമയം വരുമ്പോൾ, അല്ലെങ്കിൽ വചനത്തിൻ്റെ ഒരു പ്രകാശനം പിന്നീട് നമ്മൾ ആ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു പക്ഷേ ഈ അന്യഭാഷയിൽ ഇന്ന് സംസാരിച്ച മർമ്മങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരുമായിരിക്കാം. അന്ന് വളർന്നു വരുന്നതനുസരിച്ച് നമുക്കത് പരിജ്ഞാനമായി വെളിപ്പെട്ട് വന്നേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. മനുഷ്യർ അത് തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ളൊരു അന്യഭാഷയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് അന്യഭാഷ പല വിധത്തിലുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർക്ക് ഇങ്ങനെ തെളിയിച്ചേ പറ്റൂ. ആർക്കാ ഈ ഇങ്ങനെയുള്ള ടങ്സ് ഇല്ല, എല്ലാം ഇപ്പം ഏതെങ്കിലും ഗ്രീക്ക് ഇങ്ങനെയുള്ള ഭാഷയാണ് എന്ന് പറയാൻ തെളിയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതെങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് തെളിയിച്ചേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കാനില്ലാത്തതുകൊണ്ട് നമ്മളിത് എങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. ഇതിനി വളച്ചൊടിച്ച് വേറെ രീതിയിൽ അതിന് ഇങ്ങനെയും പറയാം അങ്ങനെയും പറയാമെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാതെ ഇവിടെയുള്ള ഈ വാക്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു ഭാഷയാണ് അന്യഭാഷയെന്നും അത് വേറെ ആര് തിരിച്ചറിയണം നിർബന്ധമില്ലെന്നും എന്നാൽ ആത്മാവിൽ മർമ്മങ്ങളെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും അത് മറ്റൊരാളെ ഉദ്ദേശിച്ചല്ല, അത് ദൈവത്തോട് മാത്രമാണ് സംസാരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ദിസ് സംതിങ് പ്രൈവറ്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ. ഞാനും ദൈവവും തമ്മിലൊരു പ്രൈവറ്റ് ടോക്കാണ് ശരിക്കും ടങ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ പബ്ലിക്. ഇറ്റ് ഹാസ് ടു ബി പ്രൈവറ്റ്. ഇറ്റ് ഹാസ് ടു ബി ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ആൻഡ് നോ വൺ എൽസ്. അതാണ് ഈ ടങ്സിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പ്രവചിക്കുന്നവൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. പ്രോഫറ്റ് ഈസ് എ പേഴ്സൺ ഹു സ്റ്റാൻഡ്സ് ഫോർ ഗോഡ് ആൻഡ് സ്പീക്സ് ടു മാൻ. ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്ന ആളാണ് പ്രവാചകൻ. എന്നാൽ അന്യഭാഷ പറയുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. അന്യഭാഷ എന്ന് പറയുന്ന കൃപാവരം ഇസ് ദ ഒൺലി കൃപാവരം വിച്ച് ഈസ് പ്രൈവറ്റ്. ബാക്കി എല്ലാ കൃപാവരങ്ങൾക്കകത്തും ഒരു പബ്ലിക് മിനിസ്ട്രി ഉണ്ട്. എന്നാൽ അന്യഭാഷ പറയുന്ന ആള് ഒരു പബ്ലിക് മിനിസ്ട്രിയും ചെയ്യുന്നില്ല. പക്ഷെ പബ്ലിക് മിനിസ്ട്രി ചെയ്യുന്നതിന് ഒരു പക്ഷേ ഈ അന്യഭാഷയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആത്മീക വർധന അദ്ദേഹത്തെ സഹായിക്കുമായിരിക്കാം. ബട്ട് ടങ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു പബ്ലിക് മിനിസ്ട്രി അല്ല. എന്നാൽ പ്രൊഫസി എന്ന് പറയുന്നത് ഒരു പബ്ലിക് മിനിസ്ട്രിയാണ്, ഒരു പബ്ലിക് കാര്യമാണ്. കാരണം അത് അനേകർക്ക് ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പം ഒരു പ്രൊഫസി നിർവഹിക്കുന്ന കാര്യം എന്താണ്? ആത്മീക വർധന, മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് പ്രബോധനം, ഒരു ആത്മീക പ്രബോധനം, ഇങ്ങനെ ചെയ്യരുത്, ഇതാണ് കറക്റ്റ് എന്നുള്ളൊരു പ്രബോധനം, ആശ്വാസത്തിനായി. അതായത് പലപ്പോഴും ദുഃഖിച്ചിരിക്കുമ്പോൾ ആശ്വാസത്തിനായി. ഇത് മാനസികമായ ആശ്വാസമല്ല കേട്ടോ. ജോലി, വീട്, കൂട്, ഇങ്ങനെയുള്ള സമ്പത്ത്, ഇങ്ങനെയുള്ള മാനസികമായ ആശ്വാസങ്ങളല്ല. ആന്തരികമായ ആശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഷുറൻസ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അഷുറൻസ്, പ്രത്യാശയുടെ അഷുറൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാനും വെളിപ്പെടുത്തുവാനും കഴിവുള്ള കൃപയുള്ള ആളുകളെയാണ് നമ്മൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പ്രൊഫറ്റ്സ് ഒരു ദേശത്തോടും ഒരു നാടിനോടും ഒരു കൂട്ടത്തോടും സംസാരിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ്. ദൈവത്തിൻ്റെ വചനം പ്രൊഫസി ആയിട്ട് വരാം, അല്ലാതെ ഓറക്കിൾസ് പ്രൊഫസി ആയിട്ട് വരാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ നിയമത്തിലെ പ്രൊഫസി ഒരിക്കലും വേദപുസ്തകമായി വരികയില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഹാവിങ് ദാറ്റ് അതോറിറ്റി വിച്ച് ദ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രൊഫറ്റ്സ് ഹാഡ്. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ, പൊതുവായി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വേദപുസ്തകമായി രേഖപ്പെടുത്തുകയും വേദപുസ്തകത്തിൽ വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഇഷ്ടംപോലെ പ്രോഫറ്റ്സ് ഉണ്ട്, നമ്മുടെ ചുറ്റുപാടും എല്ലാം പ്രോഫറ്റ്സ് ഉണ്ട്. ഇവർ പറയുന്ന എല്ലാം പുസ്തകമാക്കിയാൽ ഇത് ലോകം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. കാരണം അതുപോലെ പ്രോഫസീസ് ആണ്. തന്നെയല്ല, ഇതൊന്നും പ്രസക്തവുമല്ല. അതുകൊണ്ട് കാനോൻ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ കൂടെ ക്ലോസ് ആയതിനാൽ ഇന്ന് ഏത് പ്രൊഫസി പറഞ്ഞാലും അതിനൊന്നും എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ ആധികാരികതയില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വി കനോട്ട് റൺ ആഫ്റ്റർ ദീസ് പ്രോഫറ്റ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും എഴുതപ്പെട്ട വചനങ്ങളുടെ ആ ഒരു പ്രസക്തിയില്ല. ഓക്കെ, എന്നാൽ ഇത് ആത്മീക വർധന വരുത്തുകയും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും വചനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വചനം അറിയാമല്ലോ. വചനം അറിയാവുന്നവർക്ക് പ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇല്ലാന്നും ഉണ്ടെന്നും പറയാം. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പ്രവചനത്തിന്റെ വലിയ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാളെ എന്ത് സംഭവിക്കുന്നുള്ള എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇന്നിപ്പം ഞാൻ ഈ പ്രസംഗം പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഐ ആം ഹാപ്പി വിത്ത് ദ ലോർഡ്. ഐ റിജോയ്സ് ഇൻ ദ സാൽവേഷൻ. അപ്പോൾ എനിക്കിപ്പോൾ പ്രവാചകം വന്ന് നാളെ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് അഫക്ട് മീ അറ്റ് ഓൾ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് വലിയ പ്രസക്തിയില്ല. എന്നാൽ നമ്മളെല്ലാവരും വലിയൊരു പങ്ക് ഇങ്ങനെ ആയിരിക്കാം. കാരണം നിങ്ങൾ മരണഭയത്തെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന ഒരു കൃപയുണ്ട്. ആ കൃപ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, പരിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ, പിന്നെ ഈ പ്രൊഫസി എങ്ങനെ പറഞ്ഞു ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പൗലോസിന്റെ പറയാണ് നിന്നെ പിടിച്ചോണ്ട് പോകും. പൗലോസിനെ ഇത് ബാധിക്കുന്നൊന്നുമില്ല. ഡസ് നോട്ട് അഫക്ട് ഹിം അറ്റ് ഓൾ. കാരണം ഹീ നോസ് ദ വേർഡ്, ഹീ നോസ് വാട്ട് ഗോഡ് വാണ്ട്സ്. അപ്പോൾ നമുക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന ഒരു യാത്രയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പ്രൊഫസി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത വചനത്തിലൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. എന്നാൽ എല്ലാവർക്കും ഈ വചനത്തിൻ്റെ പരിജ്ഞാനം പെട്ടെന്ന് തന്നെ ഉണ്ടാകണം നിർബന്ധമില്ല. അതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോഴും പ്രൊഫസി വേണ്ടി വരുന്ന ആളുകളുണ്ട്. കാരണം ആ വചനം വെളിപ്പെടാതിരിക്കുമ്പോൾ, മനസ്സിലാകാതിരിക്കുമ്പോൾ എത്ര പറഞ്ഞാലും ഇത്
പിടികിട്ടാതെ ബ്ലൈൻഡ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പ്രോഫസീസ് ആവശ്യമായിട്ട് വരാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നത്, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക്. അപ്പോൾ ഒന്ന് പ്രൈവറ്റ് മിനിസ്ട്രിയും മറ്റൊന്ന് പ്രൈവറ്റ് മിനിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റും മറ്റൊന്ന് പബ്ലിക് ആയിട്ടുള്ള ഗിഫ്റ്റുമാണ്. ബാക്കി എല്ലാ ഗിഫ്റ്റുകളും പബ്ലിക് പൊതുപ്രയോജനത്തിനുള്ളതാണ്. എന്നാൽ ടങ്സ് മാത്രമാണ് അതിനകത്തൊരു വ്യത്യാസമുള്ളത്. ഇറ്റ്സ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ മാൻ. അതുകൊണ്ടാണ് എല്ലാവരും അന്യഭാഷ പറഞ്ഞാലും കുഴപ്പമില്ല, അത് എല്ലാവരും ആഗ്രഹിക്കാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് നിർബന്ധവുമല്ല. ഇറ്റ്സ് നോട്ട് എ കമ്പൽഷൻ, ഇറ്റ്സ് നോട്ട് കമ്പൽസറി. കാരണം നമുക്ക് കർത്താവിൻ്റെ ശബ്ദം അതല്ലാതെയും കേൾക്കാൻ, രക്ഷിക്കപ്പെടാൻ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും വിശദീകരിക്കപ്പെടുവാനും സ്വർഗത്തിൽ പോകുവാനും ഈ അന്യഭാഷ പറയാത്തവർക്കും സാധിക്കും. ഒരുപക്ഷെ ഇന്ന് അന്യഭാഷ പറയുന്നത് തന്നെ പലപ്പോഴും അപകടമാകാനും സാധ്യതയുണ്ട്. കാരണം ഇന്ന് വ്യാപരിക്കുന്ന ടങ്സ് ഏതാന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം പല സമയത്തും ഉണ്ട്. ഞാൻ ജെന്യുവൻ ടങ്സ് കേട്ടിട്ടുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ആത്മാവിൽ അറിയാതെ ദ സ്പീക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ മിക്കവാറും എല്ലാം കേൾക്കുന്നത് ആ ഡ്രമ്മിൻ്റെ താളത്തിനകത്ത് വീണു പോകുന്ന എക്സ്റ്റസിയുടെ അർത്ഥമില്ലാത്ത ശബ്ദങ്ങളാണ് മിക്കവാറും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഡേഞ്ചറസ് ടു സ്പീക്ക് ഇൻ ടങ്സ് വിത്തൗട്ട് ഡിസൈനിങ് ദ സ്പിരിറ്റ്. ആത്മാവിൽ വിവേചിക്കാതെ ഇത് പറയുന്നതിനേക്കാളും സേഫ് പറയാതിരിക്കുന്നതാണ്. അപ്പോൾ ടങ്സ് എല്ലാവരും അഭിലഷിക്കണമെങ്കിലും അതൊരു നിർബന്ധമല്ല. ടങ്സ് ഇല്ലാത്തവർ ലെസ് സ്പിരിച്വൽ എന്ന് നിങ്ങൾ പറയരുത്. ടങ്സ് ഉള്ളവർ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന ടങ്സുകാരുണ്ട്, അത് വേറെ പ്രശ്നം. അപ്പോൾ എല്ലാ തരത്തിലും ഇതൊന്നും നമുക്കൊരു ആത്മീകമായ ഒരു പാരാമീറ്റർ അല്ല. ബട്ട് പൗലോസ് പറയുന്ന എല്ലാവരും ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ടങ്സ് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും തരും. അത് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയല്ല. ഇറ്റ്സ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യു. ഇത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇഫ് യു റിയലി ബിലീവ് ഐ വാണ്ട് ദിസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. അത് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പ്രാപിക്കണം. അല്ല വല്ലവരും തലയെ കൈ പിടിച്ച് പാട്ട് പാടി അതിൻ്റെ ഡ്രം അടിച്ച് മൂപ്പിച്ച് എക്സ്റ്റസി ഉണ്ടാക്കി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് ടങ്സ് എന്ന് പറയരുത്. പലരും പറയാറുണ്ട് ടങ്സ് സംസാരിച്ചപ്പോൾ ഭയങ്കര ഉന്മാദമായിരുന്നു, വെയിറ്റ് ഒക്കെ ഇല്ലാതെ ഞാൻ പറന്നുപോയി. ഈ വെയിറ്റ് ഇല്ലാതെ പറന്ന് നടക്കുന്ന കഞ്ചാവ് അടിക്കുന്നവരും പറയുന്ന കാര്യമാണ്. വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് എ ജെന്യുവൻ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ജെന്യുവൻ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ക്രൈസ്റ്റ് സെൻട്രിക്, ഇറ്റ് വിൽ ബി ക്രൈസ്റ്റ് ഫോക്കസ്ഡ്. ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒരു ആത്മാവിനെ വലിച്ചു കയറ്റി വെച്ചിട്ട് പിന്നെ എങ്ങനെയായിരിക്കും ഉന്മാദത്തിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുള്ള ഒരു അപകടവും കൂടെ നമ്മൾ എപ്പോഴും കാണണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ വെളിപ്പാട്, അന്യഭാഷ വചനം അനുസരിച്ച് റോങ് ആയിട്ടാണ് ഒരു വചനത്തെ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരു സ്പിരിറ്റാണ് വരുന്നതെങ്കിൽ എത്ര നേരം അന്യഭാഷ പറഞ്ഞാലും അത് അവരെ മാനസികമായി പ്രശ്നത്തിലാക്കുകയല്ലാതെ ഒരു പ്രയോജനം അതുകൊണ്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും അന്യഭാഷ പ്രവചിക്കുക. ഓക്കെ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പം എല്ലാ ഗിഫ്റ്റുകളും ഒരുപോലെയാണ്. പക്ഷേ ഒരാൾ ടങ്സ് സംസാരിക്കുന്നു, പക്ഷെ ടങ്സ് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ വ്യാഖ്യാനിക്കാതെ ടങ്സ് സംസാരിക്കുന്നവനെ സംബന്ധിച്ച് യാതൊരു പ്രയോജനവും സഭയ്ക്ക് ചെയ്യുന്നില്ല. ഇതാണ് പൗലോസ് പറയുന്നത്. പ്രവാചകൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്. കാരണം അവൻ പറയുന്ന നാട്ടുകാർക്ക് മനസ്സിലാവും, ചുറ്റുമിരിക്കുന്നവർക്കും മനസ്സിലാവും. അന്യഭാഷ പറയുന്ന ആർക്കും മനസ്സിലാവുകയില്ല. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അന്യഭാഷയും പ്രവചനവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അന്യഭാഷ പറഞ്ഞതിന്റെ വ്യാഖ്യാനം പോലെയാണ് ഈ പ്രവചനം വരുന്നത്. പ്രവചനം ഈസ് എ സെപ്പറേറ്റ് ഗിഫ്റ്റ്, ടങ്സ് ഈസ് എ സെപ്പറേറ്റ് ഗിഫ്റ്റ്. ഇത് രണ്ടും രണ്ട് സാധനമാണ്. ടങ്സ് ഉള്ളവർ പ്രവചിക്കണമെന്നില്ല, പ്രവചിക്കുന്നവർ ടങ്സ് പറയണമെന്ന് നിർബന്ധമില്ല. ദീസ് ആർ ടു ഡിഫറെന്റ് ഗിഫ്റ്റ്സ്. ഓക്കെ. അടുത്ത വാക്യം, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അതിനേക്കാൾ വലിയവൻ. ഓക്കെ. അടുത്ത വാക്യം, സഹോദരന്മാരെ, ഇത് പെന്തിക്കോസ്തുകാരോട് നമ്മളോട് പറയുന്ന വാക്യാണ്. സഹോദരന്മാരെ, അതായത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരോട് പറയുന്ന വാക്യം. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ടങ്സ് ബീങ് സ്പോക്കൺ ഇൻ പബ്ലിക്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് ഇതിന്റെ പർപ്പസ്? എന്താണ് നിങ്ങൾ നേടുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട് ഇത് പരസ്യമായിട്ട് പറഞ്ഞാൽ? ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്ത് വേണം?
ഒന്നുകിൽ ഒരു വെളിപ്പാട് വേണം, അല്ലെ ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടാകണം, അല്ലെ പ്രവചനമാണ്, അല്ലെ ഉപദേശമായിരിക്കണം. ഇത് നാലും അല്ലാതെ ടങ്സ് സംസാരിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഈ ടങ്സ് കൊണ്ട് ലഭിക്കുന്നത്? എന്ത് പ്രയോജനമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നറിയോ? ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കും, അത്രയേ ഉള്ളൂ. ടങ്സ് എന്ന് പലരും സംസാരിക്കുന്നത് അവർ സ്പിരിച്വലി സുപ്പീരിയർ ആണെന്നും അവര് നിങ്ങളെക്കാളൊക്കെ ഭയങ്കരന്മാരാണെന്നും കാണിക്കാൻ വേണ്ടി, ഒരു അതോറിറ്റി കാണിക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും ടങ്സ് സംസാരിക്കുന്നത്. ആത്മാവിനൊക്കെ വന്നു. അത് അത് ടങ്സ് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുള്ളതാണ് പ്രശ്നം. പൗലോസ് പറയാണ്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെ ആയാലും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്ന് എങ്ങനെ അറിയും? ഉദാഹരണത്തിന്, എന്താണ് ഈ നാദഭേദം? ഇപ്പൊ ഒരാള് ഒരു കുഴലെടുത്ത് ഊതുവാണ്, ഊ എന്നൊരു ശബ്ദം മാത്രമേ ഉള്ളൂ, നാദഭേദമില്ല, ഒരു താളം വരുന്നില്ല, ഊ ഊ അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല. ഒറ്റ ഊത്ത് ഊതി കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അതുപോലെ നാദഭേദം, വാക്കുകൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയാതെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇത് ഊതിയതാണോ മീട്ടിയതാണോ എന്താ സംഭവം എന്ന് ആർക്കറിയാം? ഇത് ചുമ്മാ ഊതുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. മീട്ടുമ്പോൾ അതിനൊരു വേരിയേഷൻ ഉണ്ടല്ലേ, ആ വേരിയേഷൻ നാദഭേദം ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ. കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആൾ ഒരുങ്ങും. കാഹളം ഊതുമ്പോൾ അതിനൊരു ടോൺ ഉണ്ട്, ആ ടോണിൽ ഊതിയാലേ അത് കാഹളമായിട്ട് തന്നെ തോന്നുള്ളൂ. അതുപോലെ നിങ്ങൾ നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്ന എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്ന പോലെ ആവുകയില്ലേ? ഇത്ര കൃത്യമായിട്ട് ഇത് ഒരു ശാസന പോലെയാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട്. ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എന്തിനാ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് എന്താണ് നിങ്ങളൊന്ന് ആലോചിക്കുക. പക്ഷെ നമ്മൾ ആലോചിക്കില്ല. എത്ര പറഞ്ഞാലും ആലോചിക്കില്ല. അടുത്തത്, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല. എല്ലാത്തിനും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയാണ്. ലോകത്തിലുള്ള എല്ലാ ഭാഷകളും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയാണ്. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവൻ ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇവിടെ ഹിന്ദി നാട്ടിലാണ്. ഹിന്ദി നാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി തോടാ മാലൂമേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഈ പ്രസംഗത്തിനിടയ്ക്കൊക്കെ ഹിന്ദി പറയാറുണ്ട്. ഇപ്രാവശ്യം നല്ല ട്രാൻസ്ലേറ്റർമാരുണ്ട്, ഞാൻ ഹിന്ദിയിലോട്ട് ചിന്തിക്കാറില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി വരും. ബൈ ദ വേ, ഞാൻ അഹമ്മദാബാദ് എന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ നാട്ടുഭാഷ ഗുജറാത്തിയാണ്. ചില ആൾക്കാരോട് ഗുജറാത്തി പറയുന്നത് ഞാൻ കേട്ടു, എനിക്കത് ബർബര എന്ന് തോന്നിയത്. എന്നാ ബർബരൻ എന്ന് പറയുന്നത്, പറയുന്നത് കേൾക്കുമ്പോൾ ബർബര എന്ന് തോന്നുന്നതാണ്. ബർബരൻ ബാർബേറിയൻസ് എന്നുള്ള വാക്ക് അങ്ങനെ വന്നാണ്. ഇവർ പറയുന്നതിന് യാതൊരു, ഇപ്പൊ റോമാക്കാർ നോക്കുമ്പോൾ ബാർബേറിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംസ്കാരം ഇല്ലാത്തവർ, റോമൻ ഭാഷ, ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് അറിയാത്തവർ, ഇവരെയാണ് ഈ ബർബരന്മാരെന്ന് വിളിച്ചത്. അപ്പൊ നമ്മൾ ചില ആൾക്കാരുടെ ഭാഷ കേൾക്കുമ്പോൾ നമ്മൾ ബർബരാന്ന് തോന്നുന്നില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അന്യഭാഷ പറയുമ്പോൾ ഇങ്ങനെ ബർബര എന്നാ തോന്നുന്നത്. കാരണം എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഈ ഭാഷ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ബർബരന്മാരായിരിക്കും എന്നാണ്. ഓക്കെ. അത് ഏത് ഭാഷയായാലും, അത് അന്യഭാഷ ആയാലും ഇംഗ്ലീഷ് ആയാലും, ഇംഗ്ലീഷ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും കേൾക്കുമ്പോൾ ഇവൻ എന്തായി പറയുന്നത് എന്നായിരിക്കും തോന്നുന്നത്. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. ഓക്കെ. അപ്പോൾ അന്യഭാഷ പറയുന്നവന് വ്യാഖ്യാന വരവും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. പറയുന്ന ആൾക്ക് തന്നെ വ്യാഖ്യാന വരവും കൂടെ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ സഭയിൽ അന്യഭാഷ പറയുമ്പോൾ വേറൊരുത്തൻ വ്യാഖ്യാനിക്കും. അതാണ് ഇന്നത്തെ ഏറ്റവും രസകരമായ കാര്യം. അന്യഭാഷ പറയുന്നവർ വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വേറൊരുത്തർ അന്യഭാഷ പറയുമ്പോൾ ഇവൻ വ്യാഖ്യാനിക്കാം. ഇവൻ അന്യഭാഷ പറയുമ്പോൾ വേറെ ആൾ വ്യാഖ്യാനിക്കണം. താഴോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. ഓക്കെ. അപ്പൊ പൗലോസ് ആത്മാവ് കൊണ്ട് എന്തെല്ലാം ചെയ്യും? അന്യഭാഷ കൊണ്ട് എന്തെല്ലാം ചെയ്യും? പാടും, പ്രാർത്ഥിക്കും, അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇനി 16-ാം വാക്യം പറയാം, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരം ഇല്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പൊ കുറെ നേരം, അതായത് ഈ ആരാധന നമ്മൾ സ്തോത്രം ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് സ്തോത്രം ചെയ്തു. ഈ സ്തോത്രം ചെയ്യുമ്പം എല്ലാവരും കൂടെ സ്തോത്രം ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾ സ്തോത്രം ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ
ബ്ലാക്ക് ബോക്സ്. എനിക്ക് ഈ സൂമിലെ ബ്ലാക്ക് ബോക്സ് കാണുമ്പം ഈ സെമിട്രിയിലെ ബോക്സ് പോലെ തോന്നുന്നത്. ഇങ്ങനെ അടുക്കി ഓരോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഈ കുടുംബ കല്ലറകളൊക്കെ ഓരോരോ ബോക്സുകളൊക്കെ പേര് എഴുതി വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഇടയ്ക്കുന്ന വീഡിയോയിലൊക്കെ വരുവാണെങ്കിൽ നമ്മളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ട് പേടിച്ച് ചില ആൾക്കാർ ഓപ്പൺ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, ഉറങ്ങുവാണോ? ചില ആൾക്കാരൊക്കെ പണിയൊക്കെ എടുത്തോണ്ടായിരിക്കും. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇപ്പം നാളെ എല്ലാവരും ഇത് തുറന്നു വെച്ചേ പറ്റുള്ളൂ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി പേര് സ്തോത്രം ചെയ്തു. 2-3 നേരം അന്യഭാഷ മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ എങ്ങനെ ആമേൻ പറയും? എങ്ങനെ ആമേൻ പറയും? എന്താന്ന് വിചാരിച്ചുകൊണ്ട് ആമേൻ പറയും? ഇപ്പോൾ 1-2 പേര് അന്യഭാഷയിൽ സ്തോത്രം ചെയ്തു. നമ്മൾ ആമേൻ പറയാൻ പറ്റില്ല. കാരണം അത് ശരിക്കുള്ള ഭാഷയാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അത് കർത്താവിൻ്റെ ഭാഷ തന്നെയാണോ? അപ്പൊ അന്യഭാഷ പറയുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ അന്യഭാഷ പറയാന്ന് വെച്ചു, പറയില്ല. ഇപ്പം അങ്ങനെ ചിന്തിക്കേണ്ട. ഇപ്പൊ പറയാൻ പറ്റുന്ന അവസ്ഥയല്ല, പറയില്ല. ഓക്കെ, പറഞ്ഞെന്ന് വിചാരിച്ചോ. ഞാൻ പ്രാർത്ഥിക്കുവാണോ? അപ്പൊ അന്യഭാഷയിൽ എന്തെല്ലാം ചെയ്യും? പ്രാർത്ഥിക്കും, പാടും, ആത്മീയ വർധന വരുന്ന രീതിയിൽ ദൈവത്തോട് സംസാരിക്കും, സ്തോത്രം ചെയ്യാം. പക്ഷെ ഞാൻ അന്യഭാഷ പറയുമ്പോൾ ഞാൻ പാടുവാണോ, പ്രാർത്ഥിക്കുവാണോ, സ്തോത്രം ചെയ്യുവാണോ, ദൈവത്തോട് സംസാരിക്കുവാണോ, ഇതൊന്നും എനിക്കറിയില്ല. അല്ലേ? എനിക്കറിയില്ല. ചിലപ്പം ദൈവത്തോട് സംസാരിക്കുമായിരിക്കും, ചിലപ്പം ഒരു പുതിയ പാട്ടായിരിക്കും, ട്യൂണൊന്നും കാണുന്നില്ല. ചിലപ്പം എന്താ പറയുന്നേ, പ്രാർത്ഥിക്കുമായിരിക്കും. ഇതൊന്നും എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ അന്യഭാഷ പറയുന്നവരല്ല ആരാധിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? നോ പ്രൂഫ്. ആരാധനയാണോ, പ്രാർത്ഥനയാണോ, ദൈവത്തോട് സംസാരിക്കുവാണോ, ദൂത് പറയുവാണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ശരിക്കും ഒത്തിരി പേര് വിചാരിക്കുന്ന അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാധിച്ചു എന്നാണ്. നോട്ട് ഷുവർ. വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അന്യഭാഷ പറയുന്ന അല്ല ആരാധന. അന്യഭാഷ പറയുന്ന വേറൊരു കാര്യമാണ്. അന്യഭാഷ പറയുന്നത് ഇറ്റ് ഈസ് എ ബിസിനസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അത് പ്രൈവറ്റ് ആണ്. അത് ആരാധനയാകാം, എന്തുമാകാം, പ്രാർത്ഥനയാകാം. ബട്ട് സംഹൗ ദ ജനറൽ പബ്ലിക് ബിലീവ്സ് അന്യഭാഷ പറഞ്ഞാൽ ഉടനെ ആരാധിച്ചു എന്നൊരു ഫീലിങ്ങിലോട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അന്യഭാഷ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലാണ് പറഞ്ഞതെന്ന് അറിയില്ല, ഏതോ ഒരിടത്ത് പറഞ്ഞു, നമ്മൾ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്ക് യേശുവര, നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയുന്നു. അതിനകത്ത് പറയുന്നത് കുറ്റം കൂടാതെ എന്നെ തേജസ്സിന് മുൻപാകെ നിർത്താൻ ഒന്നാന്തരം വർഷിപ്പ് സോങ്ങാണ്. എല്ലാ പോയിന്റും വർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി മരിച്ച ദേവാത്മജ, എല്ലാം അത് തന്നെയാണ്. പക്ഷെ അത് കേട്ടാലൊന്നും ആരും ആത്മാവിലാവില്ല, ആരും അന്യഭാഷയും പറയില്ല. അന്യഭാഷ പറയണമെങ്കിൽ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോരാത്തവനാണേ എന്ന് പറഞ്ഞിട്ട് 2 ഡ്രം പുറകിലടിക്കും. ആ ഡ്രമ്മിന്റെ ഉത്സാഹത്തിലാണ് ഈ അന്യഭാഷ എല്ലാം വരുന്നത്. ഇറ്റ് ഈസ് ദ മ്യൂസിക് ദാറ്റ് പ്രൊഡ്യൂസസ് എക്സ്റ്റസി, നോട്ട് ദ സോങ്. ആ എക്സ്റ്റസി വർഷിപ്പ് അല്ലത്. ദാറ്റ്സ് എ സോങ് ഇൻഡ്യൂസ്ഡ് എക്സ്റ്റസി. ഇതില്ലാതെ ആൾക്കാർക്ക് പറ്റുകയില്ല. അതേ സമയത്ത് ഈ ടങ്സ് സംസാരിക്കുമ്പോൾ, ഞാൻ ടങ്സ് സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, അത് നമുക്ക് ആത്മീയ വർധന തന്നെയാണ് തീർച്ചയായിട്ടും. ഐ എം നോട്ട് ഡിസ്കറേജിങ് ഇറ്റ് ഇൻ എനി വേ. പക്ഷേ പബ്ലിക്കായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്യുന്നപ്പോൾ ഒരു അന്യഭാഷ ഭയങ്കര പരസ്യമായിട്ട് മൈക്കിലൂടെ സ്പീക്കറിലൂടെ, ഇപ്പം ഫ്രണ്ടിലൂടെ RSSകാർ പോകുന്നു, അല്ല ഈ കുളിയൊക്കെ തൊട്ട് ഹിന്ദുക്കൾ പോകുന്നു, RSSകാരൊന്നും അറിയത്തില്ല, മറ്റേ അവിശ്വാസികൾ പോകുന്നു, റോഡിന് മുമ്പിൽ കൂടെ നടക്കുന്നവരെല്ലാം ഇത് കേട്ടോണ്ട് അവർ ചിരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് അടിച്ചുകൊണ്ട് പോവുകയാണ്. യു ആർ എക്സ്പോസിങ് തിങ്സ് ദാറ്റ് ആർ റിയലി പ്രൈവറ്റ് ഫോർ പ്രൈവറ്റ് യൂസ്. ഇതിനെ നമ്മൾ പരസ്യമാക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ അന്യഭാഷ പരസ്യമാക്കിയില്ലെങ്കിൽ ഇതുണ്ടെന്ന് എങ്ങനെ ആൾക്കാർക്ക് അറിയുന്നു? എന്തിനാ അറിയുന്നത്? ആത്മ വരുമ്പോൾ പറഞ്ഞാൽ പോരെ? ഇത് നാട്ടുകാർ ഇത് ഒരാളെ പറഞ്ഞു കാണിച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമാണോ? നോ. ഇത് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആർക്കൊക്കെ വേണോ അവർ ചോദിച്ച് മേടിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇഫ് യു ആർ നോട്ട് പ്രേയിങ് ഫോർ ഇറ്റ്, ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഓക്കെ, അപ്പോൾ
ഇത് നിന്നുപോയി എന്ന് പറയുന്നതും ഒക്കെ തെറ്റാണ്. അതേസമയത്ത് യു ഓൾസോ നീഡ് ടു നോ ദാറ്റ് ഇത് എല്ലാവരും കേൾക്കെ പബ്ലിക്കായിട്ട് പറയുന്നതിനകത്ത് അതിൻ്റെതായ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നുണ്ട് സത്യം, പക്ഷെ മറ്റവന് ആത്മീക വർധന വരുന്നില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ടോ? എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ചർച്ച് ഈസ് എ പബ്ലിക് പ്ലേസ്. ചർച്ച് ഈസ് എ പബ്ലിക് പ്ലേസ്. അവിടെ നമ്മൾ സംസാരിക്കുന്ന പൊതുപ്രയോജനത്തിനുള്ള കൃപാവരങ്ങളാണ്. അവിടെ ഉപയോഗിക്കേണ്ട കൃപാവരങ്ങൾ എന്ന് പറയുന്നത് പൊതുപ്രയോജനത്തിനുള്ള കൃപാവരങ്ങളാണ്. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ്. ഇനി അബദ്ധത്തിൽ എങ്ങാനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ വന്നു, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് അത് പ്രൈവറ്റ് ആയിരിക്കണം. ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രെയർ, ഇറ്റ്സ് എ പ്രൈവറ്റ് തിങ്. ഒരു സഭ വന്നിരുന്ന വൈകിട്ട് 2.5 മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പറയുന്നതിൻ്റെ അർത്ഥമില്ല. ബട്ട് അടുത്തിരിക്കുന്നവൻ കേൾക്കേണ്ട കാര്യമില്ല. എന്തിനാ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്നത്? വാട്ട്സ് ദ പർപ്പസ്? അതിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ സ്പീക്ക് ഇൻ ടങ്സ് വെൻ യു ആർ ഇൻ ദ ചർച്ച് ഓൾസോ. ഓക്കെ, അടുത്ത വാക്ക് പറയാണ്, സഹോദരങ്ങളെ ബുദ്ധിയിൽ വെറുതെ കുഞ്ഞുങ്ങളാകരുത്. എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കൂടുതൽ എങ്ങനെ ഒരു അപ്പോസ്തലൻ പറയുന്നത്? ഞാൻ അല്ലേക്കായിരുന്നു തുറന്നു പറയാം, നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ശബ്ദം ഉണ്ടാക്കൽ, ബഹളം ഉണ്ടാക്കല്ലേ. ഇതിങ്ങനെ അല്ല അന്യഭാഷ പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുവിൻ, ബുദ്ധിയിൽ മുതിർന്നവരായിരിക്കുവിൻ. അപ്പൊ ബുദ്ധിയോടെ സംസാരിക്കുക. അതായത് നമ്മുടെ ബുദ്ധിയെ ഓഫ് ചെയ്തിട്ടല്ല ദൈവം സംസാരിക്കുന്നത്, നമ്മുടെ ബുദ്ധിയെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹീസ് റിന്യൂയിങ് അവർ മൈൻഡ്. ഈ റിന്യൂഡ് മൈൻഡിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 21-ാം വാക്യം. എന്തുകൊണ്ട് അന്യഭാഷ? എന്തുകൊണ്ട് അന്യഭാഷ ഈസ് പ്രൈവറ്റ്? ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോഴിവിടെ പറയുന്നത് ടങ്സിലൂടെ കർത്താവ് സംസാരിക്കും, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും. അപ്പൊ ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റാൾക്കാർ വന്ന്, ദൈവമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വന്ന് അവരുടെ ഭാഷയിൽ നമ്മളോട് സുവിശേഷം പറയുന്നതാണ്. അതായത് ദ പീപ്പിൾ വിൽ കം വിത്ത് ടങ്സ് ആൻഡ് അതർ ലാംഗ്വേജസ്. ഇപ്പൊ ഒരു സിറിയക്കാരൻ വന്ന്, അത് നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സിറിയക്കാരൻ വന്ന് അന്യഭാഷയിലൂടെ നമ്മളോട് മലയാളത്തിൽ പറയുകയും അവന്റെ ലാംഗ്വേജിൽ പറയും, എന്നാലും നമുക്ക് ബോധം വരില്ല. ഇപ്പൊ 2 ടങ്സ് ഞാൻ പറയുന്നുണ്ട്, ടങ്സ് ആൻഡ് മൾട്ടിപ്പിൾ ടങ്സ്, ന്യായപ്രമാണം. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് അത്രേ. അപ്പൊ ഇവിടെ അടയാളം എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസത്തിന്റെ സൈനാണ്, വിശ്വാസത്തിന്റെ സൈനല്ല. അങ്ങനെയല്ലേ? അന്യന്മാരുടെ ഭാഷകൾ സംസാരിക്കും അവർ, എന്നാലും അത് അനുസരിക്കുകയില്ല, കേൾക്കുകയില്ല. അപ്പൊ ടങ്സിൽ സംസാരിക്കും എന്ന് പറയുന്നത് എന്തിന്റെ അടയാളമാണ്? അത് അവിശ്വസിക്കുന്നവർക്കൊരു അടയാളമാണ്. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടയാളം എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ഇടർച്ച ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇടർച്ച എന്നുള്ള അർത്ഥത്തിലാണ് അടയാളം. അടയാളം എപ്പോഴും പോസിറ്റീവ് അല്ലല്ലോ. ഒരു അടയാളം നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ച് അടയാളം എപ്പോഴും പോസിറ്റീവ് അല്ല. എ സൈൻ ഈസ് നോട്ട് ഓൾവേസ് പോസിറ്റീവ്. സംടൈംസ് ദ സൈൻ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് എ നെഗറ്റീവ് തിങ്. ഇവിടെ പറയുന്ന സൈൻ എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് ഇതൊരു നെഗറ്റീവ് സൈൻ ആയിട്ടാണ് വരുന്നത്. എന്നാൽ പ്രവചനമോ വിശ്വാസികൾക്കാണ് ഒരു നെഗറ്റീവ് സൈൻ ആയിട്ട് വരുന്നത്. ഓ, ഇതെങ്ങനെ വ്യാഖ്യാനിക്കാൻ? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പ്രവചനം ശരിക്കും അതിനർത്ഥം ഇതാണ്, അന്യഭാഷ വിശ്വാസികൾക്കുള്ളതും പ്രവചനം അവിശ്വാസികൾക്കുമാണ് ഉപകാരപ്പെടുന്നത് എന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം. തിരിച്ചാണ്. അതായത് അന്യഭാഷകൾ ഇടർച്ചയായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല ഇടർച്ചയാകുന്നത്, അത് വിശ്വാസികൾക്കാണ്. അതെന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവചനം ഉപയോഗിക്കേണ്ടത് വിശ്വാസികൾക്കല്ല. അത് താഴോട്ട് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യം ഞാനിപ്പോൾ ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇങ്ങനെ താഴോട്ട് അതിന് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്.
എങ്ങനെയാണ് ഇത് അടയാളമായിരിക്കും? നമുക്കതൊന്ന് വായിച്ചിട്ട് തിരിച്ചു വരാം. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആത്മവരമില്ലാത്തവരും അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ല. അപ്പൊ അതാണ് അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് സൈൻ. അതായത് അന്യഭാഷ പറയുമ്പോൾ അവിശ്വാസികൾക്ക് എന്ത് വരുന്നു? അടയാളമായിരിക്കുന്നു, ഒരു നെഗറ്റീവ് സൈനായിട്ടാണ് വരുന്നത്. അടുത്ത നോക്കിയേ, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയായോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരും അവന്റെ വാക്കിനാൽ അവന് പാപബോധം വരും. അപ്പോൾ അവർക്ക് ഈ പ്രവചനം എന്ന് പറയുന്ന അവർക്കൊരു അടയാളം, അവർക്ക് അല്ല, എന്താ പറയുന്നത്, അവർക്കൊരു പ്രയോജനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യഭാഷ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രയോജനമില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല, അതൊരു അടയാളമായിരിക്കുന്നു, അവിശ്വാസത്തിന് അടയാളമായിരിക്കുന്നു. എന്നാൽ പ്രവചനമാണെങ്കിൽ അത് വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ആശ്വാസമായി മാറുന്നു. അത് അകത്തിരിക്കുന്നവർക്ക് അടയാളമാണ്. എങ്ങനെ അടയാളമാണ്? ഇപ്പൊ എന്നോട് ഒരാൾ പ്രവചിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവെ, എന്നോട് നിനക്ക് പറയാമായിരുന്നല്ലോ. അതായത് എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവിനെ സംസാരിച്ചുകൂടെ? ഇപ്പൊ ഞാൻ വചനം സംസാരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, കർത്താവിനെ കേൾക്കുന്നു, കർത്താവ് പറഞ്ഞ അനുസരിക്കുന്ന ഒരു ശിഷ്യനാണെങ്കിൽ ഒരു പ്രവാചകൻ വന്നതിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഗോഡ് ക്യാൻ സ്പീക്ക് ടു മീ. ഇപ്പൊ പ്രവാചകൻ പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അഗെയിൻ ആ ബിലീവറെ സംബന്ധിച്ച് ദാറ്റ് ഈസ് നോട്ട് നെസസറി. ഓക്കെ, എന്നാൽ അവിശ്വാസിയെ സംബന്ധിച്ച് അവന് പാപബോധം വരാൻ അത് നെസസറിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷ അവിശ്വാസികൾക്ക് ഒരു ഇടർച്ചയാണ്. പ്രവചനം വിശ്വാസികൾക്കല്ല, അത് അവിശ്വാസികൾക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അന്യഭാഷ ആർക്കാ കൂടുതൽ പ്രയോജനപ്പെടുന്നത്? വിശ്വാസികൾക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ നാളെ നമുക്ക് രാവിലെ 6:30 ഇത് സംസാരിക്കും. അടുത്തത്, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ. ഒരു സഭയിലോട്ടൊരുത്തം കയറി വന്നപ്പോഴേക്കും എല്ലാവരും, പണ്ടൊരാൾ പറഞ്ഞാണ്, ഒരു മനുഷ്യൻ ഏതൊരു സ്ഥലത്ത് നിന്ന് പുള്ളിയുടെ പാനിന്റെ പോക്കറ്റിൽ അരക്കുപ്പി ബോട്ടിലുണ്ട്, മറ്റേ ലിക്കർ. ഒരു ചർച്ചിന്റെ പുറകെ പോയപ്പോഴേക്കും ആ ചർച്ചിലുള്ള പിള്ളേരെല്ലാം എഴുന്നേറ്റ് നിന്ന് അയാൾക്കെതിരെ പ്രവചിച്ചു, നിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം. അപ്പം അയാളൊന്ന് മാനസാന്തരപ്പെട്ടു. അയാളുടെ സാക്ഷി ഞാൻ കേട്ടാണ്. അപ്പൊ ഇത് അവിശ്വാസി അകത്ത് വരുമ്പോഴേക്കും അവനെ എക്സ്പോസ് ചെയ്ത്, അടുത്ത 20 നോക്കിയേ, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അതേ സമയത്ത് അവൻ അന്യഭാഷയും കേട്ടോണ്ട് ആ സഭയിൽ വരുന്നെങ്കിൽ അവനതൊരു അടയാളമായിരിക്കും. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ഇതെന്താ ബറബറാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതൊരു അടയാളം, ദൈവം സംസാരിക്കത്തതിനൊരു അടയാളമായിട്ട് അവനത് കൊണ്ടുപോകും. എന്നാൽ പ്രവചനമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഏറ്റു പറഞ്ഞ് നിങ്ങളെ ദൈവത്തെ നമസ്കരിക്കും. അപ്പം പബ്ലിക് സ്പീക്കിലും സ്പീച്ചിലും മറ്റുള്ളവർക്ക് എന്താകരുത്? അവിശ്വാസത്തിന്റെ ഒരു അടയാളമാകരുത്, വിശ്വാസത്തിന്റെ ഒരു അടയാളമാകണം. അങ്ങനെ വരുമ്പോൾ അന്യഭാഷ പരസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അത് ദൈവവുമായിട്ടൊരു പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പ്രവചനം അങ്ങനെയല്ല. പ്രവചനം അവിടെ കയറി വരുന്ന ഒരാൾ കയറി വരുമ്പോൾ ആ സഭയിലുള്ള എല്ലാവരും പ്രവചിച്ചാലും കുഴപ്പമില്ല. കാരണം അത് അവന് പാവബോധം വരുത്തുകയും അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വരെ വെളിപ്പെട്ടു വരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് ശരിക്കും. അപ്പം ഒരു സഭ എസ്റ്റാബ്ലിഷ്ഡ് ആയി കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പ്രവാചകന്മാരൊന്നും പറയാതെ തന്നെ ഈ വചനത്തിന് തന്നെ അവരെ കറക്റ്റ് ചെയ്യാനും നടത്താനും സാധിക്കും. എന്നാൽ വചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണത വരുന്നവരെ ഈ പ്രവാചകന്മാർ അവിശ്വാസികൾക്ക് പ്രയോജനമായിരിക്കും. എന്നാൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ പ്രവചനം ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, അവനൊരു കുറവും വരുന്നില്ല. കാരണം പുതിയ നിയമത്തിൽ, പഴയ നിയമം പോലെയല്ല, ദൈവം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലോ മാത്രമായിരുന്നു സംസാരിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം എല്ലാവരോടും സംസാരിക്കുന്നത് കൊണ്ട് ഒരാൾ പ്രത്യേകിച്ച് പ്രവചിച്ചില്ലെങ്കിലും എനിക്ക് നഷ്ടമൊന്നുമില്ല. വിശ്വാസിയെ സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എ പ്രോഫറ്റ് ഷുഡ് കം ആൻഡ് സ്പീക്ക് ടു യു. അതേ സമയത്ത് ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹിസ് സിൻസ് ആർ എക്സ്പോസ്ഡ് ആൻഡ് ഹീസ് ലെഡ് ടു റിപ്പൻറ്റൻസ്. എന്നാൽ അതേ സമയത്ത് ഒരു അവിശ്വാസി സഭയിൽ വരുമ്പോൾ അവിടെ കേൾക്കുമ്പോൾ അവന് മനസ്സിലാകാത്ത ഭാഷയാണെങ്കിൽ അതവൻ ദൈവം അവൻ അവിശ്വാസത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അത് വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട് അവന് യാതൊരുവിധ ആത്മീക വർധനവും വരുന്നില്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ പ്രവചനം കേട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ പ്രവാചകൻ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയോ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരികയോ ചെയ്യുന്നില്ല. മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം കേട്ടോളൂവെന്നും മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ആലോചന കണ്ടെത്തിക്കോളുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് യു ആർ നോട്ട് ബിലീവിങ് ഇൻ ദ ലോർഡ്. ഓക്കെ, അപ്പോൾ പ്രവാചകൻ അത്യാവശ്യമായിരിക്കുന്നത് അവിശ്വാസികൾക്കും അന്യഭാഷ ആവശ്യമായിരിക്കുന്നത് വിശ്വാസികൾക്കുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് അന്യഭാഷ പരസ്യമായിട്ട് പറയരുതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളല്ല, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അടുത്ത വാക്യം, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്.
സകലതും ആത്മീയ വർധന എല്ലാം നടന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല, എല്ലാം നടന്നോട്ടെ. അടുത്ത വാക്യം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. ഇതൊരു ഭയങ്കര രസകരമായ കാര്യമാണ്. അതായത് ഈ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ, ഇന്നത്തെ സഭകളിൽ അന്യഭാഷ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നറിയോ? ഒരു ഡ്രം അടിച്ചതിന്റെ സൗണ്ട് വരുമ്പോൾ ആർക്കും അന്യഭാഷ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പറയാം. പക്ഷെ പൗലോസ് പറയാം അങ്ങനെയല്ല. 2 3 പേര് അന്യഭാഷ പറയട്ടെ. അങ്ങനെ ആരെങ്കിലും അന്യഭാഷ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണുകയില്ല. കാരണം ഈ ഡ്രം ഇല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. ഈ ഡ്രമ്മിന്റെ ബീറ്റും എക്സ്റ്റസി ഇല്ലാതെ അന്യഭാഷ പറയുന്നവർ തന്നെ ചുരുക്കമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ പുതിയ നിയമത്തിലുള്ള ആ വെളിപ്പാടനുസരിച്ച് അല്ല ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഒരു സഭയില് ഏറിയാൽ 3 പേരോ പറഞ്ഞാൽ മതി. അവർ ഓരോരുത്തരായി സംസാരിക്കണം. ഒരുവൻ അത് വ്യാഖ്യാനിക്കണം. അപ്പൊ 3 പേര് അന്യഭാഷയിൽ. ഇതെല്ലാവരും കൂടെ ബോധമില്ലാതെ എല്ലാവരും കൂടെ അലറി വിളിച്ച് ഒരേ സമയത്ത് ഷൗട്ട് ചെയ്ത് അന്യഭാഷ പറയുന്നതിനെ കുറിച്ച് അല്ല ഇത് പറയുന്നത്. നമ്മൾ ഇതെങ്കിലും ഈ അപ്പോസ്തലൻ പറയുന്നതെങ്കിലും നമ്മൾ ബഹുമാനിക്കണമല്ലോ. വി നീഡ് ടു റെസ്പെക്ട് വാട്ട് ദ അപ്പോസ്റ്റൽ ഈസ് സേയിങ്, അല്ലേ? നമ്മൾ പാരമ്പര്യം വെച്ചുകൊണ്ട് വേദപുസ്തകത്തെ എല്ലാം ലംഘിക്കുന്ന എത്ര ഉപദേശികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഓക്കെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഇനി അടുത്തത് പ്രവാചകന്മാരുടെ കാര്യം. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രവാചകം എന്ന് പറഞ്ഞാൽ എന്താ ഗമ. അവിടെ അങ്ങനെയല്ല. ഒരു സഭയിൽ എല്ലാം ഒത്തിരി പ്രവാചകന്മാരാ. അവരെഴുന്നേറ്റ് 2-3 പേര് പ്രവചിക്കുന്നു. ബാക്കിയുള്ള ഒരുത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രവചനം ആത്മാവിൽ വിവേചിക്കണം. ഇത് ആത്മാവ് പറഞ്ഞതാണ്, ഇത് വേദപുസ്തകം അനുസരിച്ച് കറക്റ്റാണ്, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് വിവേചിക്കണം. ഏത് ആത്മാവെന്ന് വിവേചിച്ചിരിക്കണം അപ്പൊ തന്നെ, അല്ലേ? എന്ത് അത്ഭുതമായിരിക്കും അങ്ങനെയൊക്കെ സഭ ഇന്നുണ്ടെങ്കിൽ. 2-3 പേർ പ്രവചിക്കുന്നു, മൂന്നാമതൊരാൾ എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. അപ്പൊ വിവേചിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ അവിടെ പ്രവാചകൻ ഉണ്ടാവും, വ്യാഖ്യാനിക്കുന്ന ആളുണ്ടെങ്കിലേ അന്യഭാഷ പരസ്യമായിട്ട് പറയാവൂ എന്നുള്ളതാണ് പരസ്യമായ ഓർഡറായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, ഇരിക്കുന്നവനായ ഒരുത്തന്, അതുവരെ മിണ്ടാതിരുന്ന ഒരുത്തന് പെട്ടെന്ന് വെളിപ്പാടുണ്ടായാൽ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. കാരണം എന്തോ പുതിയൊരു അരുളപ്പാടോട് വരുന്നുണ്ടെങ്കിൽ അവൻ സംസാരിക്കട്ടെ. എനിക്കിവിടെ പോകുവാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. ഓക്കെ. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ പറയണമെന്നും സംസാരിക്കണമെന്നും വിശേഷങ്ങൾ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പരിജ്ഞാന പൂർത്തി വരുന്ന ഒരാളെ സംബന്ധിച്ചത് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഓക്കെ, ഞാൻ പ്രവചിക്കുന്നത് എനിക്ക് കർത്താവ്, ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ റെവലേഷൻ ദാറ്റ് ദ ലോർഡ് ഈസ് ഗിവിംഗ് മീ ത്രൂ ദ വേർഡ്. ഫൈൻ. അതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ. ഇറ്റ്സ് എ മാൻസ് ഫ്രീഡം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്റർപ്രറ്റ് ആൻഡ് ലിവ് ദ ലൈഫ് ആസ് ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് ദം.